നമസ്കാരം. എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇതുവരെ അവസാനിക്കുന്നത്? കാരണം 3 വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് അന്ന് എല്ലാവരും കരുതിയതാണ് റഷ്യ എന്ന ലോകശക്തിക്ക് 1 മാസം പോലും എടുക്കില്ല ഉക്രൈൻ എന്ന ചെറു യൂറോപ്യൻ യൂണിയൻപ്പെട്ട രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി റഷ്യ എണ്ണ വരയ്ക്കുകയാണ്. ഉക്രൈൻ ആകട്ടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്ത് പ്രയോഗിക്കുകയാണ്. രാജ്യത്തെ സൈനിക ശക്തിയിൽ കനത്ത നാശനഷ്ടമുണ്ടായി. പക്ഷേ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആ ഒരൊറ്റ ആളുടെ ചങ്കൂറ്റത്തിന്റെ പുറത്താണ് ആ യുദ്ധം ഇപ്പോഴും തുടരുന്നത്. യുക്രൈന്റെ യുദ്ധം എന്ന് പറയാൻ പാടില്ല. റഷ്യ ഉക്രൈനെ അധിനിവേശിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഉണ്ടായ യുദ്ധം ചെറുത്തു നിൽക്കാനും സപ്പോർഷ്യ അടക്കമുള്ള പല ഭാഗങ്ങളും റഷ്യ ഭൂരിഭാഗവും പിടിച്ചെടുത്തിട്ടും ഇപ്പോഴും ഉക്രൈൻ തങ്ങളുടെ നിലനിൽപ്പിനായി പിടിച്ചു നിൽക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അമേരിക്ക പലതവണ സഹായിക്കാമെന്ന് പറയുന്നു. വാചകമടിയല്ലാതെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഒന്നുമില്ല. എന്താണ് ഇവിടെ കാണുന്നത്? യൂറോപ്യൻ യൂണിയനെ സമീപിക്കുന്നു. യൂറോപ്യൻ യൂണിയനും UK പറയുന്നു ഞങ്ങൾ ഒരു സമാധാന കരാർ നിലവിൽ വന്നാൽ ഉക്രൈനെ സഹായിക്കാൻ നിൽക്കാം. ഞങ്ങളുടെ പണമെടുത്ത് ഒരു സൈന്യത്തെ അവിടെ വിന്യസിക്കാം. ജർമ്മനിയും അടക്കം UK അടക്കം സ്വിറ്റ്സർലൻഡും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളുടെ നാറ്റോയുടെ സൈനിക ശക്തിക്ക് പുറമെ പ്രത്യേക സുരക്ഷാ സേനയെ ഉക്രൈന്റെ സമാധാനം കാത്തുസൂക്ഷിക്കാനായി ഉക്രൈൻ റഷ്യ അതിർത്തിയിൽ വിന്യസിച്ചു കൊടുക്കാം. പക്ഷേ ഇതിനുള്ള പണവും ഞങ്ങൾ കണ്ടെത്താമെന്ന് പറയുന്നു. പക്ഷേ അതിനുള്ളിൽ തന്നെ റഷ്യക്ക് അനുകൂലമായ 3 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ എപ്പോഴും എന്ത് തീരുമാനം വന്നാലും അതിനെ റഷ്യക്ക് അനുകൂലമായി വീറ്റോ ചെയ്യും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനും ബ്രസൽസും ഒക്കെ ഒന്നും ചെയ്യാനാകാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്നതിൽ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ നിർണായകമായിരുന്നു. പക്ഷേ വളരെ ഏകപക്ഷീയമായാണ് ട്രംപ് പുടിനുമായുള്ള ബുഡാപെസ്റ്റ് ഉച്ചകോടി താൻ റദ്ദാക്കുന്നു. അതിന് ഉച്ചകോടി പുടിനെ കാണാനായിട്ട് തന്റെ മുന്നിൽ പ്രത്യേക കാരണമൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പുടിനും ട്രംപും തമ്മിൽ എന്തെങ്കിലും ഒരു ഇടപാടുണ്ടെന്നാണോ? ആയിരിക്കാം. അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ? ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കാം. എന്തായാലും റഷ്യ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഇനിയും സമാധാന ശ്രമങ്ങൾക്കായുള്ള സന്നദ്ധത ഞങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ട്രംപ് പറയുന്നു കാണേണ്ട ഒരു കാര്യവുമില്ല, ഇനി ഉച്ചകോടിക്ക് കണ്ടിട്ട് ഒരു കാര്യവുമില്ലെന്ന്. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. റഷ്യൻ എണ്ണയെ തകർക്കുക. അമേരിക്കൻ എണ്ണയ്ക്കും മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിനുമൊക്കെ വിപണി കണ്ടെത്താനായിട്ട് ഇന്ത്യ, ചൈന അടക്കം രാജ്യങ്ങൾ നിരന്തരം വാങ്ങിക്കൊണ്ടിരിക്കുന്ന റഷ്യൻ എണ്ണയുടെ സ്രോതസ് അടയ്ക്കുക. അത് തന്നെയായിരുന്നു പുടിന്റെ മേൽ കൊണ്ടുവച്ച ആ ഉപരോധം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിട്ടതും. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോൾ റഷ്യ പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണ് തങ്ങളെന്ന്. അതിനുള്ള ഏറ്റവും പുതിയ കാരണം 2 റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരെ പുടിനും തൊട്ടു പിന്നാലെ യൂറോപ്യൻ യൂണിയനും ഘട്ടഘട്ടമായി കൊണ്ടുവന്ന ഈ ഉപരോധങ്ങൾ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അധികാരത്തിലേറിയപ്പോൾ എന്താണ് ചെയ്തത്? ആദ്യമായിട്ടാണ് റഷ്യക്കെതിരെ ഒരു ഉപരോധം കൊണ്ടുവന്നത്. കഴിഞ്ഞ ടൈമിൽ ജോ ബൈഡൻ കൊണ്ടുവന്ന ഉപരോധങ്ങളെ മറികടന്നുള്ള പുതിയ ഉപരോധങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും ചൈന അടക്കമുള്ള രാജ്യങ്ങൾ എണ്ണ വാങ്ങിച്ചില്ലെങ്കിൽ റഷ്യയുടെ എണ്ണ കച്ചവടം പെട്ടുപോകും. ഇന്ത്യയും ചൈനയും അമേരിക്കയെ പേടിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ കയറ്റുമതി സുഗമമാക്കാൻ വേണ്ടി അമേരിക്കൻ താരിഫുകളുടെ ഭയന്ന് എന്തായാലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാനോ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനോ സാധ്യതയുണ്ട്. ഇന്ത്യൻ കമ്പനികളെ റിലയൻസും നായരെയും അടക്കമുള്ള കമ്പനികൾ അതിനുള്ള ചർച്ചകളിലാണ്. ഏതാണ്ടൊക്കെ അന്തിമ തീരുമാനമെടുത്തു കഴിഞ്ഞ് ഇന്ത്യൻ സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നോ അതിനോടൊത്ത് നിൽക്കുമെന്നാണ് ഇപ്പോൾ റിലയൻസ് അടക്കം പറയുന്നത്. അങ്ങനെ വന്നാൽ റഷ്യ പട്ടിണിയായി പോകും. അതുകൊണ്ട് യുദ്ധം നിർത്തി മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള വഴി നോക്കുകയാണ് ഇപ്പോൾ റഷ്യ. അത് നല്ല കാര്യമാണ്, യുദ്ധം നിർത്തുക എന്നത്. അങ്ങനെ എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ പ്രത്യേക ദൂതൻ കിരിൽ ദിമിത്രിയേവ് ഇപ്പോൾ അമേരിക്കയിലാണ്. അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ? അതങ്ങനെയാണ്. നയതന്ത്ര ബന്ധങ്ങൾ ഒരു വഴിക്ക് കൂടി നടക്കും. പിണക്കങ്ങൾ, ഭരണത്തലവന്മാർ തമ്മിലെ പിണക്കങ്ങൾ മറ്റൊരു വഴി കൂടി നടക്കും. ഇനി റഷ്യക്കെതിരെ അമേരിക്ക എത്രമാത്രം ഉപരോധം ഏർപ്പെടുത്തിയാലും റഷ്യയുടെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക പരവതാനി വിരിച്ചു കൊടുക്കും. വൈറ്റ് ഹൗസിൽ കയറ്റിയിരുത്തി ചർച്ച ചെയ്യും. അത് മറ്റൊരു കാര്യം, ട്രംപിന്റെ നട്ടലില്ലായ്മ. റഷ്യക്ക് ഇത് നല്ല കാര്യമാണ്. റഷ്യ യുദ്ധത്തിന് അന്ത്യം കുറിക്കുന്ന നയതന്ത്ര പരിഹാരത്തിന് ഇരു രാജ്യങ്ങളും അമേരിക്കയുമായി ചേർന്ന ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ് ദിമിത്രിയേവ് വീണ്ടും ആവർത്തിച്ച് അമേരിക്കയിൽ ചെന്ന് വ്യക്തമാക്കിയത്. റഷ്യ US സംഭാഷണം തുടരും. പക്ഷെ അത് റഷ്യയുടെ താല്പര്യങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ അത്
ഒരു അവസാന ഘട്ട കരാറിലേക്ക് എത്തുമെന്ന് ദിമിത്രിയേവ് സൂചന നൽകിയിട്ടുണ്ട്. ഇതേ സന്ദേശമാണ് ദിമിത്രിയേവ് അമേരിക്കൻ മുതിർന്ന സ്റ്റേറ്റ് സെക്രട്ടറിമാരോടും ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ശനിയാഴ്ച മയാമിയിൽ ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫുമാണ് ഈ പ്രദേശങ്ങളിലെ ഇസ്രായേലുമായും അല്ലെങ്കിൽ പലസ്തീനുമായും റഷ്യയുമായിട്ടും ഒക്കെയുള്ള സമാധാന ചർച്ചകളിലെ ട്രംപിന്റെ മധ്യസ്ഥനായി ട്രംപിന്റെ ദൂതനായി പോകുന്നത്. അങ്ങനെ സ്റ്റീവ് വിറ്റ്കോഫുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. വാഷിംഗ്ടണിലും ചില യോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ ദിമിത്രിയേവ് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ വിശദമായ ചർച്ച ട്രംപും പുടിനും തമ്മിൽ കണ്ടില്ലെങ്കിലും ഇരുവരുടെയും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥർ, മുതിർന്ന മന്ത്രിതലത്തിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇപ്പോൾ ഇതാ ചർച്ചകൾ തുടരുകയാണ്. മുഖ്യമായും സാമ്പത്തികവും സഹകരണവും അടിസ്ഥാനമാക്കിയ ചർച്ചകളാകുമെന്നാണ് ദിമിത്രിയേവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. സാമ്പത്തികവും സഹകരണവും ഉണ്ടാകും. പക്ഷേ ഈ സാമ്പത്തികവും സഹകരണവും ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യയിലെ പ്രധാന എണ്ണ കമ്പനികൾക്ക് നൽകിയ പുടിൻ നിയന്ത്രിക്കുന്ന 2 എണ്ണ കമ്പനികൾക്ക് ട്രംപ് നൽകിയ ആ നിയന്ത്രണങ്ങൾ തന്നെയാണ്, ആ ഉപരോധം തന്നെയാണ്. അമേരിക്ക റഷ്യൻ എണ്ണ മേഖലയെ ലക്ഷ്യമാക്കി പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതോടെ റഷ്യ ഞെരുങ്ങിപ്പോയി എന്ന് വേണം കരുതാൻ. കാരണം പക്ഷെ അതും ഇന്ത്യയുമേ കൂട്ടിക്കുഴയ്ക്കേണ്ട. ഇന്ത്യക്ക് അതൊന്നും ഒരു വിഷയമല്ല. റഷ്യക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഇസ്രായേലിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, എന്തിനാ അമേരിക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇന്ത്യ ഇടപെടുമെന്നതിൽ ഒരു സംശയവുമില്ല. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ സജീവമാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ മുന്നേറിക്കഴിഞ്ഞെന്നാണ് ദിമിത്രിയേവ് പറയുന്നത്. അതിർത്തി രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള ഉക്രൈൻ റഷ്യ അതിർത്തികളെ സംബന്ധിച്ചുള്ള ആ ഒരു സമവായം, അതാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. റഷ്യ സെപ്പറേഷ്യ അടക്കമുള്ള കുറെ ഭാഗങ്ങൾ ഇപ്പോൾ യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത് കൈവശം വച്ചിരിക്കുകയാണ്. അത് റഷ്യക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നാണ് നേരത്തെ ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് പറഞ്ഞത്. സെലൻസ്കി പക്ഷേ അതിന് സമ്മതം മൂളിയില്ല. കഴിഞ്ഞ തവണയായിരുന്നെങ്കിൽ സെലൻസ്കി റാൻ മൂളി തിരികെ വന്നിട്ട്, പിന്നെ ഇത്തവണ തന്റെ പിന്നിൽ യൂറോപ്യൻ യൂണിയൻ ശക്തമായി നിലനിൽക്കുന്നു എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് സെലൻസ്കി ഇത്തവണ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് തലയാട്ടി നിൽക്കാൻ പോയില്ല. അതുകൊണ്ട് തന്നെയാണ് US ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ എന്തായാലും നൽകില്ല എന്ന് 2 ദിവസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചതും ഇനി അത് വാങ്ങിക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ നടന്ന ഇഷ്ടമുള്ള സഖ്യത്തിന്റെ യോഗത്തിൽ ചേർന്ന ഒരു തീരുമാനപ്രകാരം സെലൻസ്കി വ്യക്തമാക്കിയത്. എന്തായാലും അമേരിക്കയെ തള്ളി പറയുന്നില്ല, അമേരിക്ക തങ്ങൾക്കൊപ്പം വേണം. പക്ഷേ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്കയുടെ ടൊമഹോക്ക് മിസൈലുകൾക്ക് വേണ്ടി താൻ ഇനി അങ്ങോട്ട് പോയി കെഞ്ചില്ല എന്ന് സെലൻസ്കി പറഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപനം വന്ന് UK 5000-ഓളം അധികമായി വ്യോമ പ്രതിരോധ മിസൈലുകൾ നിർമ്മിച്ച് ഉക്രൈന് കൈമാറാൻ പോകുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഉക്രൈൻ ഇതേപോലെ മിസൈലുകൾ കൈമാറാൻ പോകുകയാണ്. അവരുടെ ഫണ്ട് ഉപയോഗിച്ച് അത് എവിടെ നിന്ന് വാങ്ങുമെന്നത് പിന്നത്തെ കാര്യം. എന്തായാലും UK ചെയ്യുന്നത് തങ്ങൾ ഉണ്ടാക്കി ഇറക്കുന്ന, തങ്ങളുടെ ആയുധപ്പുരകളിൽ ഉണ്ടാക്കുന്ന മിസൈലുകൾ അതേപടി ഉക്രൈന് നൽകാമെന്ന് ഇപ്പോൾ കെയർ സ്റ്റാമർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട, റഷ്യയുടെ പിടിവാശയ്ക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ട, തൽക്കാലത്തേക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ തലയുയർത്തി ചർച്ചകൾ നേടാമെന്ന് തന്നെയാണ് സെലൻസ്കിക്ക് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നൽകിയിരിക്കുന്ന നിർദ്ദേശവും സെലൻസ്കി അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് യുദ്ധവിരാമത്തിനായി ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് വളരെ തന്ത്രപരമായി നാടകീയമായി ആ ചർച്ചയിൽ നിന്ന് പിന്മാറിയതാണ്. ഉപരോധങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുന്നറിയിപ്പ് നൽകിയത്. എന്തിനാണത്? കാരണം അമേരിക്ക നൽകുന്ന മിസൈലുകൾ അത് ഉക്രൈൻ തങ്ങൾക്കെതിരെ പ്രയോഗിച്ചാൽ തങ്ങൾ അമേരിക്കയെ വെറുതെ വിടില്ലെന്ന് 2 ദിവസം മുമ്പ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉക്രൈനല്ല, അമേരിക്കയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് തീരുമാനിച്ചത് ഉക്രൈൻ ഇനി ഇത്തരം മിസൈലുകൾ നൽകി വെറുതെ ഒരു വിപത്തുണ്ടാക്കി വെക്കേണ്ട, വെറുതെ റഷ്യയെ പിണക്കണ്ട. ചർച്ചകളിലൂടെ, സംസാരത്തിലൂടെ, സമവായത്തിലൂടെ, ട്രംപുമായിട്ടല്ല ട്രംപിന്റെ കീഴെയുള്ള സ്റ്റേറ്റ് സെക്രട്ടറിമാരുമായുള്ള ചർച്ചകളിലൂടെ എങ്ങനെയെങ്കിലും ആ റഷ്യൻ യുദ്ധം തീർക്കുക എന്നതാണ് ട്രംപിന്റെ ആഗ്രഹം. അതുതന്നെയാണ് പുടിന്റെ ലക്ഷ്യം. എന്തായാലും പുടിനും ട്രംപും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് അന്തിമമായിട്ടായിരിക്കും. പക്ഷെ അതിനിടയിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ കൃത്യമായി വാഷിംഗ്ടണിൽ നടക്കുകയാണ്. റഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായൊരു വാർത്ത. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച